ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുസഭ വിശുദ്ധ എസ്തപ്പാനോസിന്റെ തിരുനാൾ ആഘോഷിച്ച ദിവസമാണ്. എസ്തപ്പാനോസിനെ കുറിച്ച് അപ്പസ്തോല പ്രവർത്തനം 6-ാം അധ്യായത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. എന്നാൽ അവന്റെ സംസാരി വെളിപ്പെട്ട ജ്ഞാനത്തെയും അറിവിനെയും എതിർത്ത് നിൽക്കാൻ ആർക്കും കഴിഞ്ഞില്ല. കർത്താവിന്റെ ആദ്യത്തെ രക്തസാക്ഷിയായ ക്രിസ്തുവിനോട് നിന്ന എസ്തപ്പാനോസിനെ കുറിച്ച് സഭ ഇന്ന് നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ യേശുവിനോട് നിൽക്കാൻ ഇന്ന് ധൈര്യമുള്ള എത്ര പേരുണ്ട്? നമ്മൾ ഓരോരുത്തരും ഈശോയെ അധികമായി സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ഈശോയ്ക്ക് വേണ്ടി നിൽക്കാനുള്ള ഒരു വിളി ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഓരോ നിമിഷവും ഒരു തെരഞ്ഞെടുപ്പുകളാണ്. എസ്തപ്പാനോസിനെ സംബന്ധിച്ചുള്ള തെരഞ്ഞെടുപ്പ് ഈശോവിന് വേണ്ടി നിൽക്കുക എന്നുള്ളതായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വിജയിച്ചു. അതുവഴി പൗലോസ് എന്ന് പറയുന്ന വലിയ വിശുദ്ധനെ നേടിയെടുക്കാൻ സാധിച്ചു. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ നിമിഷങ്ങളും, യേശുവിനെ ഞാൻ തിരഞ്ഞെടുക്കുന്ന നിമിഷങ്ങളിലെല്ലാം ആരെയൊക്കെ യേശുവിനോട് നേടാനുള്ള ഒരു വിളി ദൈവം നമുക്ക് നൽകുന്നുണ്ട്. യേശുവിന് വേണ്ടി നമ്മളെ തന്നെ നമ്മൾ സമർപ്പിച്ച് യേശുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ അതിലൊരു സഫറിങ്സ് ഉണ്ട്, ഒരു ത്യാഗമുണ്ട്, ഒരു വലിയ വേദനയുണ്ട്. ആ വേദനയിലൂടെയാണ് ഈശോയ്ക്ക് വേണ്ടി അനേകം ആത്മാക്കളെ നേടാനായിട്ട് സാധിക്കുക. ഈശോ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ തെരഞ്ഞെടുപ്പിൻ്റെ കൃപ നൽകട്ടെ, ഈശോയ്ക്ക് വേണ്ടി നിൽക്കാനുള്ള കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതിനായിട്ട് എല്ലാവരെയും ദൈവം തിരഞ്ഞെടുക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ശിംശിയാക്കി